ലോകത്തിനുള്ള രഹസ്യം. ലിസ നിക്കോൾസ്. ആളുകൾ അവർക്കിഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ നോക്കി അതെനിക്കിഷ്ടമായി, അതെനിക്ക് വേണം എന്നൊക്കെ പറയുക സാധാരണമാണ്. എന്നാൽ അവർക്ക് വേണ്ടാത്ത വസ്തുക്കളെ നോക്കുമ്പോഴും അത്ര തന്നെയോ അല്ലെങ്കിൽ അതിലധികമോ ഊർജം അതിനെ ഇല്ലാതാക്കാൻ കഴിയും, അതിനെ പുറന്തള്ളാൻ കഴിയും, പിഴുതെറിയാൻ കഴിയും എന്ന വിശ്വാസത്തോടെ പ്രയോഗിക്കാറുണ്ട്. ഈ സമൂഹത്തിൽ നമ്മൾ പല കാര്യങ്ങൾക്കും എതിരെ പോരാടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നു. ക്യാൻസറിനെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, യുദ്ധത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ഭീകരവാദത്തിനെതിരെ, അക്രമവാസനയ്ക്കെതിരെ എല്ലാം ഉള്ള പോരാട്ടങ്ങൾ. നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന എല്ലാത്തിനോടും നമ്മൾ പൊരുതുന്നു. വാസ്തവത്തിൽ അത് കൂടുതൽ പോരടിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഹെയിൽ ഡ്വാസ്കിൻ, അധ്യാപകൻ, സെഡോണ മെത്തേഡ്, രചയിതാവ്. നമ്മൾ ഏതിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അതിനെ നമ്മൾ സൃഷ്ടിക്കുന്നു. എന്തിനോടെങ്കിലും നമുക്ക് കടുത്ത ദേഷ്യം തോന്നുന്നു എന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് യുദ്ധം, സംഘട്ടനം, യാതന തുടങ്ങി ഏതോ ഒന്നിനോട്. നമ്മുടെ ഊർജം കൂടി അതിന് പകർന്നു കിട്ടും. നമ്മൾ സ്വയം ബലം പ്രയോഗിച്ചാൽ അത് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കും. എന്തിനെയെങ്കിലും നിങ്ങൾ ചെറുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ വിടാതെ പിടിച്ചു നിൽക്കും. കാൾ യുങ്, 1875 1961. ബോബ് ഡോയിൽ. ചെറുക്കാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ ശക്തിയോടെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് കാരണം ഇതാണ് എന്ന് നിങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ ഇഷ്ടമല്ല എന്ന ശക്തമായൊരു വൈകാരിക തരംഗം നിങ്ങൾ പ്രസരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നിങ്ങളിലേക്ക് അതിവേഗത്തിൽ വീണ്ടും വന്നു ചേരുന്നു. എന്തിനെയെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് സംരക്ഷണം ചെയ്യപ്പെട്ട ശേഷം ബാഹ്യചിത്രം മാറ്റിവരയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് പാഴ്ശ്രമമാണ്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കൊണ്ട് മനസ്സിനുള്ളിൽ പുതിയ ചിത്രങ്ങൾ സൃഷ്ടിച്ച് അവയെ പ്രസരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യക്ഷമായതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ദൃശ്യങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. അത് വർദ്ധിച്ച തീവ്രതയോടെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നു ചേരുന്നു. ആ സംഭവം അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ വലുതാകും. കാരണം അതാണ് പ്രകൃതി നിയമം. ജാക്ക് കാൻഫീൽഡ്. യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ, മയക്കുമരുന്നിൽ ആണെന്നത് തന്നെ. ലിസ നിക്കോൾസ്. എന്തിനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ, നല്ല വിദ്യാഭ്യാസത്തിൽ, സമാധാനത്തിൽ ഒക്കെ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു പ്രത്യേക പ്രശ്നത്തിന് സർവ്വ ഊർജവും പകർന്നു കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ജാക്ക് കാൻഫീൽഡ്. ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അവർ പറഞ്ഞു, യുദ്ധവിരുദ്ധ റാലിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. നിങ്ങൾ ഒരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെയും വിളിക്കുക. അവർക്കറിയാമായിരുന്നു. അവർ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നോക്കുക. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നോക്കുക. ഹെയിൽ ഡോഗ്സ്കിൻ. നിങ്ങൾ യുദ്ധവിരുദ്ധൻ ആണെങ്കിൽ സമാധാന പക്ഷക്കാരനായി മാറുക. നിങ്ങൾ പട്ടിണിക്കെതിരാണെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടണം എന്ന പക്ഷക്കാരനാവുക. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ എതിർക്കുന്നുവെങ്കിൽ അയാളുടെ എതിരാളിയുടെ അനുകൂല പക്ഷത്ത് ചേരുക. പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ജനങ്ങൾ ശരിക്കും മനസ്സുകൊണ്ട് എതിർക്കുന്ന ആൾക്ക് അനുകൂലമാകാറുണ്ട്. കാരണം അവരുടെ എല്ലാ മനസ്സുകൾ കേന്ദ്രീകരിച്ച് അയാൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യം ഏതെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാവുന്നു. ആളുകളുടെ ചിന്തകളും വികാരക്ഷോഭങ്ങളുമാണ് ആ കാര്യത്തെ നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറി പകരം സ്നേഹത്തിലേക്ക് തിരികുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി അപ്രത്യക്ഷമാകും. ഓർക്കുക, ഇത് വളരെ വിസ്മയകരമായ കാര്യമാണ്. അതേസമയം ഉൾക്കൊള്ളാൻ ഏറെ പ്രയാസകരവുമാണ്. എത്ര തന്നെ ശ്രമകരമായാലും ശരി, എവിടെ ആയിരുന്നാലും ശരി, ആരൊക്കെ ബാധിക്കപ്പെട്ടാലും ശരി, ഒരു കാര്യം ഓർക്കുക, നിങ്ങളല്ലാതെ മറ്റൊരു രോഗിയില്ല. നിങ്ങൾ സാക്ഷാത്കരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ സത്യം നിങ്ങളെ സ്വയം ബോധ്യപ്പെടുത്തുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചാൾസ് ഹാനൽ. ജാക്ക് കാൻഫീൽഡ്. നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നതിൽ കുഴപ്പമില്ല. അതനുസരിച്ച് എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് തീരുമാനിക്കാൻ അത് സഹായകമാകും. പക്ഷേ നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്നതിനെക്കുറിച്ച്, അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും തോറും, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യും തോറും നിങ്ങൾ അതിനെ കൂടുതൽ നിർമ്മിക്കും.
നിഷേധാത്മക ചിന്തകൾ കൊണ്ട് ലോകത്തെ സഹായിക്കാൻ കഴിയില്ല. ലോകത്ത് നടക്കുന്ന ദോഷകരമായ സംഭവങ്ങളിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ അവയെ വലുതാക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം ദോഷ സംഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വേണ്ട എന്ന് കരുതുന്ന എന്തിൻ്റെയെങ്കിലും ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടാൽ അത് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തി പുതിയ സിഗ്നലുകൾ പ്രസരിപ്പിച്ചു തുടങ്ങണം എന്നതിനുള്ള സൂചനയായി കാണണം. അത് ഈ ലോകത്തിലെ ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്ന് കരുതേണ്ട. നിങ്ങൾക്ക് സർവ്വശക്തിയുമുണ്ട്. എല്ലാവരും സന്തോഷത്തോടിരിക്കുന്ന അവസ്ഥയിലേക്ക്, സുഭിക്ഷതയിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുക. ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ചിന്തകൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്താണെന്നത് പ്രശ്നമല്ല. സ്നേഹത്തിൻ്റെയും സ്വാസ്ഥ്യത്തിൻ്റെയും വികാരങ്ങൾ പ്രസരിപ്പിക്കുന്നതിലൂടെ ഈ ലോകത്ത് വളരെയധികം നന്മകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയും. ജെയിംസ് റേ. ആളുകൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, പക്ഷേ ജെയിംസ്, ചുറ്റുപാട് നടക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കണ്ടേ എന്ന്. അറിഞ്ഞിരിക്കുന്നത് കൊള്ളാം, പക്ഷെ അതിൻ്റെ പ്രളയത്തിൽ മുങ്ങിപ്പോകേണ്ട കാര്യമുണ്ടോ? രഹസ്യം കണ്ടെത്തിയ ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഞാൻ TV വാർത്തകൾ കാണുകയോ പത്രം വായിക്കുകയോ ചെയ്യില്ല എന്ന്. കാരണം അതെല്ലാം എൻ്റെ മനസ്സിന് അസ്വസ്ഥതയാണ് നൽകുന്നത്. നല്ലതല്ലാത്ത വാർത്തകൾ വരുന്നതിന് ചാനലുകളെയും പത്രങ്ങളെയും കുറ്റം പറയാനാവില്ല. ആഗോള സമൂഹം എന്ന നിലയിൽ നാം തന്നെയാണ് അതിന് ഉത്തരവാദികൾ. വളരെ നാടകീയമായ കാര്യങ്ങൾ തലക്കെട്ടുകളിൽ നാം കണ്ടാൽ നാം കൂടുതൽ പത്രം വാങ്ങും. ദേശീയമോ അന്തർദേശീയമോ ആയ വൻ ദുരന്തം സംഭവിച്ചാൽ TV ചാനലുകളുടെ റേറ്റിംഗ് ഉയരും. സമൂഹം എന്ന നിലയിൽ നമ്മൾ ചീത്ത വാർത്തകളാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. അതിനാൽ ചാനലുകളും പത്രങ്ങളും അവ കൂടുതലായി നമുക്ക് എത്തിച്ചു തരുന്നു. നമ്മൾ അതിൻ്റെ കാരണവും മാധ്യമങ്ങൾ അതിൻ്റെ പ്രഭാവവുമാണ്. ഇവിടെ ആകർഷണ നിയമം ശരിക്കും പ്രവർത്തിക്കുന്നത് കാണുന്നില്ലേ? നമുക്ക് വാസ്തവത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ച് പുതിയ തരംഗങ്ങൾ സംപ്രേഷണം ചെയ്താൽ TV ചാനലുകളും പത്രങ്ങളും അവർ നൽകുന്ന വാർത്തകളുടെ സ്വഭാവവും മാറ്റും. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. സ്വസ്ഥമായിരിക്കാൻ പഠിക്കണം. അതോടൊപ്പം നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയും അതിനോട് ചേർന്നുള്ള ഊർജ്ജപ്രഭാവവും ഇല്ലാതാക്കണം. നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതിലേക്ക് മനസ്സ് കൊണ്ടുവരണം. മനസ്സ് എവിടെയാണോ അവിടേക്ക് ഊർജ്ജം പ്രവഹിക്കും. സത്യമായി ചിന്തിക്കുക. നിങ്ങളുടെ ചിന്തകൾ ലോകത്തിൻ്റെ ദാരിദ്ര്യം അകറ്റും. ഹൊറേഷ്യോ ബോണാർ, 1808-1889. നിങ്ങളുടെ അസ്തിത്വം തന്നെ നിങ്ങൾക്ക് ഈ ലോകത്ത് അസാമാന്യമായ ശക്തി പ്രദാനം ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ലതെന്ന് അനുഭവപ്പെടുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഈ ലോകത്തേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടുവരുന്നു. അതേസമയം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കൂടുതൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് സുഖാനുഭൂതി അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ സ്വന്തം ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നു. അതോടൊപ്പം ലോകത്തെയും അഭിവൃദ്ധിപ്പെടുത്തുന്നു. ആകർഷണ നിയമം ഉത്തമമായ പ്രവർത്തന മികവിനാൽ പരിപൂർണമാണ്. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്ന ശബ്ദവും ദർശനവും പുറത്തുള്ള അഭിപ്രായങ്ങളെക്കാൾ ഗാഢവും വ്യക്തവും ശക്തവുമാകുമ്പോൾ നിങ്ങൾ സ്വയം ജീവിതത്തിൽ ആധിപത്യം നേടുന്നു. ലിസ നിക്കോൾസ്. ഈ ലോകത്തെയോ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെയോ മാറ്റിയെടുക്കുക എന്നത് നിങ്ങളുടെ ജോലിയല്ല. ഈ പ്രപഞ്ചത്തിനുള്ളിൽ ഒഴുക്കിനൊത്തു പോവുക. നിലനിൽക്കുന്ന ലോകത്ത് അതിനെ ആഘോഷിക്കുക, അതാണ് നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധിപൻ നിങ്ങളാണ്. പ്രപഞ്ചം നിങ്ങളുടെ ആജ്ഞകളെ അനുസരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പ്രത്യക്ഷമായാൽ അതിൽ വിഭ്രമം ഉണ്ടാകരുത്. അവയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. കഴിയുമെങ്കിൽ അവയെ ലഘൂകരിക്കുക, വിട്ടുകളയുക. എന്നിട്ട് നിങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുതിയ ചിന്തകൾ മനസ്സിൽ ഉണർത്തുക, അനുഭവിക്കുക. അവ സാധ്യമായതിന് കൃതജ്ഞത കാണിക്കുക. പ്രപഞ്ചം അതിസമൃദ്ധമാണ്. ഡോക്ടർ ജോ വിറ്റാലെ. ഞാൻ എപ്പോഴും കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും രഹസ്യം പ്രയോഗിച്ചു തുടങ്ങിയാൽ, എല്ലാവരും പ്രപഞ്ചത്തെ ഒരു കാറ്റലോഗ് പോലെ കണക്കാക്കിയാൽ പ്രപഞ്ചത്തിൽ സ്റ്റോക്ക് തീർന്നു പോവില്ലേ? എല്ലാവരും തള്ളിക്കയറി വാരിയെടുത്താൽ ബാങ്ക് പൊളിഞ്ഞതുപോലെ ആവില്ലേ? മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. രഹസ്യം പഠിപ്പിക്കുന്നതിൽ ഏറ്റവും മനോഹരമായ കാര്യം ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും വേണ്ടുവോളം വാരിയെടുക്കാൻ ആവശ്യമായതിലും എത്രയോ അധികം സമ്പത്തുണ്ട് എന്നതാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ മനസ്സിനുള്ളിൽ ഒരു വൈറസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു നുണയുണ്ട്. എല്ലാവർക്കും മതിയാകുന്നത്ര ഇവിടെയില്ല. പോരായ്മയും പരിമിതിയും ഉണ്ട്. എല്ലാവർക്കും തികയില്ല. ഈ നുണ ആളുകളെ ഭയവും ആർത്തിയും പിശുക്കും ഉള്ളവരാക്കുന്നു. ഭയത്തിൻ്റെയും ആർത്തിയുടെയും പിശുക്കിൻ്റെയും ചിന്തകൾ അവരുടെ അനുഭവങ്ങളാകുന്നു. ലോകമാകെ ഒരു പേക്കിനാവിൽ പെട്ടുഴലുന്നു. എന്നാൽ വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം എല്ലാവർക്കും വേണ്ടതിലും എത്രയോ അധികമുണ്ട്. സർഗാത്മകമായ ആശയങ്ങൾ ധാരാളമുണ്ട്. ശക്തി ധാരാളമുണ്ട്. സ്നേഹം ധാരാളമുണ്ട്. ആഹ്ലാദം ധാരാളമുണ്ട്. പരിമിതികൾക്ക് അതീതമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന മനസ്സിൽ ഇതെല്ലാം സംഭവ്യമാകുന്നു. ഒന്നും വേണ്ടുവോളമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ബാഹ്യമായ ചിത്രം മാത്രം കാണുകയും എല്ലാം പുറത്തുനിന്നാണ് വരേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് പോരായ്മയും പരിമിതിയും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒന്നും
തന്നെ പുറത്തുനിന്ന് സൃഷ്ടിക്കപ്പെട്ടു വരുന്നില്ല. എല്ലാം ആദ്യം മനസ്സിൽ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാവുന്നത്. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്ന സർഗശക്തി നിങ്ങളുടെ മനസ്സാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോരായ്മയുണ്ടാവുക? അസാധ്യമാണത്. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവിന് പരിധിയില്ല. അതുകൊണ്ട് തന്നെ ചിന്തയിലൂടെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്ന കാര്യങ്ങൾക്കും പരിധിയില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ്. നിങ്ങൾ ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ പരിധികൾക്ക് അതീതമെന്ന് സ്വയം തിരിച്ചറിയുന്ന മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ജെയിംസ് റേ. ഭൂഗോളത്തിൽ ഇന്നോളം ജീവിച്ചിരുന്ന എല്ലാ ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ളത് ജീവിതം സമൃദ്ധമായിരിക്കണം എന്നാണ്. സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക, സമൃദ്ധി കാണുക, സമൃദ്ധി അനുഭവിക്കുക, സമൃദ്ധിയിൽ വിശ്വസിക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ സത്ത. പരിമിതികളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. റോബർട്ട് കോളിയർ. ജോൺ അസ്രഫ്. വിഭവശേഷി കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതേ കാര്യം സാധിക്കാനുള്ള മറ്റ് ഉപാധികൾ നമുക്ക് ലഭ്യമാകുന്നു. ബെലിസ് എണ്ണ പര്യവേഷണ സംഘത്തിൻ്റെ അനുഭവകഥ. വിഭവശേഷിയും ഉപാധികളും സൃഷ്ടിച്ചെടുക്കാനുള്ള മനുഷ്യ മനസ്സിൻ്റെ അപാരമായ കഴിവ് തെളിയിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമാണിത്. ഹ്യൂമനിസ്റ്റിക് ഫിസിയോളജി പരിശീലനത്തിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ പ്രഗത്ഭനായ ഡോക്ടർ ടോണി ക്വിൻ ആയിരുന്നു ബെലിസ് നാച്ചുറൽ എനർജി ലിമിറ്റഡ് കമ്പനി ഡയറക്ടർമാർക്ക് പരിശീലനം നൽകിയിരുന്നത്. എണ്ണ ഉൽപ്പാദക രാജ്യമെന്ന നിലയിൽ ബെലിസ് ഒരു വൻ വിജയമാകുന്ന ചിത്രം അവരെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ഡോക്ടർ ക്വിന്നിൻ്റെ മനഃശക്തി പരിശീലനത്തിലൂടെ ആ ചിത്രം യാഥാർത്ഥ്യമാക്കാൻ കഴിയും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. സ്പാനിഷ് ലുക്കൌട്ട് മേഖലയിൽ എണ്ണ കണ്ടെത്താനുള്ള ഡ്രില്ലിംഗ് പ്രവർത്തനങ്ങളുമായി അവർ സധൈര്യം മുന്നോട്ടു പോയി. ഒരൊറ്റ വർഷത്തിനകം അവരുടെ സ്വപ്നം സഫലമായി. 50-ലേറെ കമ്പനികൾ പരാജയപ്പെട്ട് പിൻവാങ്ങിയ സ്ഥാനത്ത് ബെലിസ് നാച്ചുറൽ എനർജി കമ്പനിക്ക് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള എണ്ണയുടെ അളവറ്റ പ്രവാഹം കണ്ടെത്താൻ കഴിഞ്ഞു. ഒരു വിശിഷ്ട സംഘത്തിലെ അംഗങ്ങൾക്ക് അവരുടെ മനസ്സുകളുടെ അപരിമിതമായ ശക്തിയെക്കുറിച്ച് ഉണ്ടായിരുന്ന ഉറച്ച വിശ്വാസമാണ് ബെലിസിനെ ലോകത്തിൻ്റെ മികച്ച എണ്ണ ഉൽപ്പാദക രാഷ്ട്രമാക്കി മാറ്റിയത്. യാതൊന്നിനും പരിമിതിയില്ല. വിഭവശേഷിയോ ഉപാധികളോ മറ്റെന്തോ ആകട്ടെ, മനുഷ്യൻ്റെ മനസ്സാണ് പരിമിതി ഉണ്ടാക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലാണ് പരിമിതി ഉണ്ടാവുന്നത്. പരിമിതിയില്ലാത്ത സൃഷ്ടിയുന്മുഖ ശക്തിയിലേക്ക് മനസ്സ് തുറന്നാൽ സമൃദ്ധി കണ്ടെത്താനും ഒരു നൂതന ലോകം അനുഭവിക്കാനും കഴിയും. ഡോക്ടർ ജോൺ ഡിമാർട്ടിനി. നമുക്ക് പോരായ്മകളുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് തുറന്ന വീക്ഷണത്തോടെ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കാണാൻ നാം തയ്യാറാകാത്തതുകൊണ്ടാണ്. ഡോക്ടർ ജോ വിറ്റാലെ. നമുക്കറിയാം, ആളുകൾ ഹൃദയത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ എല്ലാവരും തേടിപ്പോകുന്നത് ഒരേ കാര്യങ്ങളായിരിക്കില്ല, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളായിരിക്കും. അതാണ് ജീവിതത്തിൻ്റെ ഒരു സവിശേഷത. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബെൻസ് കാർ ആയിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ അനുഭവമായിരിക്കില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ തരം വസ്ത്രങ്ങളായിരിക്കില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പൂരിപ്പിക്കാം ആയിരിക്കില്ല. ശ്രേഷ്ഠമായ ഈ ഗ്രഹത്തിൽ സ്വന്തം ജീവിതത്തെ സൃഷ്ടിക്കുവാനുള്ള അതിശയകരമായ സിദ്ധിയോടെ നിങ്ങൾ വാഴുന്നു. ചിന്തിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിന് അതിരുകളില്ല. അതിനാൽ നിങ്ങൾക്ക് വേണ്ടതെന്തും സൃഷ്ടിക്കുവാനുള്ള കഴിവും അതിരുകളില്ല. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാവില്ല. അവർക്ക് വേണ്ടി ചിന്തിക്കാനാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സമാന ശക്തികളെ നിങ്ങളിലേക്ക് ആകർഷിക്കുക മാത്രമായിരിക്കും ഫലം. അതിനാൽ മറ്റുള്ളവരെ അവർക്ക് വേണ്ട ജീവിതം സൃഷ്ടിക്കാൻ വിടുക. മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത്. എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ അത് വിശ്വസിച്ചാൽ, നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞാൽ, അതിനൊത്ത് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അത് പ്രത്യക്ഷമാകും. അതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ, നിങ്ങൾ ദാരിദ്ര്യത്തിനോ രോഗത്തിനോ കീഴ്പ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ശക്തി തിരിച്ചറിയാത്തതുകൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടത് തരാത്ത പ്രശ്നമില്ല. അതെല്ലാവർക്കും എല്ലാം കൊടുക്കും, വിവേചനമില്ലാതെ. റോബർട്ട് കോളിയർ. ഈ പ്രപഞ്ചത്തിൽ ആകർഷണ നിയമം വഴി എല്ലാവർക്കും എല്ലാം ലഭ്യമാണ്. നിങ്ങൾക്ക് അനുഭവിക്കണമെന്നാഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കും മറ്റെല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ എല്ലാം സമൃദ്ധമായുണ്ട്, എല്ലാം പരിമിതമല്ലാതെ ലഭ്യമാണ് എന്നറിവോടെ ഒന്ന് തിരഞ്ഞെടുക്കുക. നമ്മുടെ ചിന്തകളും വികാരങ്ങളും കൊണ്ട് ആ ശേഖരത്തിൽ നിന്ന് ആവശ്യം പോലെ എടുത്ത് നമ്മുടെ ജീവിതത്തിലെ അനുഭവമാക്കാനുള്ള കഴിവ് നമുക്കെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് തിരഞ്ഞെടുക്കൂ. നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ലിസ നിക്കോൾസ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം, ആനന്ദം, സ്നേഹം, സമൃദ്ധി, ഐശ്വര്യം, നിർവൃതി എല്ലാം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് മോഹമുണ്ടാവണം, മനഃപൂർവ്വമായി ആഗ്രഹിക്കണം. ബോധപൂർവം നിങ്ങൾ അതിനുവേണ്ടി കൊതിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം എത്തിച്ചു തരും. നിങ്ങൾക്ക് ചുറ്റുമുള്ള മനോഹരവും വിസ്മയാവഹവുമായ കാര്യങ്ങളെ മനസ്സിലാക്കുക.
കേൾക്കുക, അവയെ ആശീർവദിക്കുക, പ്രകീർത്തിക്കുക. മറുവശത്ത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. അവയെക്കുറിച്ച് ദോഷം പറഞ്ഞും പരാതിപ്പെട്ടും ഊർജം പാഴാക്കരുത്. നിങ്ങൾക്ക് വേണ്ടതിനെയെല്ലാം ആശ്ലേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കവ കൂടുതലായി ലഭിക്കും. ലിസയുടെ ആശീർവദിക്കുക, പ്രകീർത്തിക്കുക എന്നീ വിജ്ഞാനസമ്പന്നമായ വാക്കുകൾക്ക് തൂക്കത്തിന് തൂക്കം പൊന്നിൻ്റെ മൂല്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാറ്റിനെയും ആശീർവദിക്കുക, പ്രകീർത്തിക്കുക. ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തരംഗദൈർഘ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുന്നു. യഹൂദ വംശജർക്കിടയിൽ ആരോഗ്യവും സമ്പത്തും സന്തോഷവും കൈവരിക്കാനായി ആശീർവാദം നടത്തുന്ന സമ്പ്രദായം നിലനിന്നിരുന്നതായി ബൈബിളിൽ പറയുന്നുണ്ട്. ആശീർവാദത്തിൻ്റെ ശക്തി അവർ മനസ്സിലാക്കിയിരുന്നു. പലരും ആരെയെങ്കിലും ആശീർവദിക്കുന്നത് അവർ തുമ്മുമ്പോൾ മാത്രമാണ്. അവരെല്ലാം ലോകത്തിലെ ഏറ്റവും മഹത്തായ ഒരു ശക്തിയെ ഫലപ്രദമായി പ്രയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നു. ദൈവിക പ്രീതിയെ ആവാഹിച്ച് സ്വാസ്ഥ്യവും ഐശ്വര്യവും നൽകുക എന്നാണ് നിഘണ്ടുവിൽ ആശീർവാദത്തിൻ്റെ നിർവചനം. അതിനാൽ ഇപ്പോൾ തന്നെ തുടങ്ങുക. ആശീർവാദത്തിൻ്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് എന്തിനേയും ഏതിനേയും ആശീർവദിക്കുക. അതുപോലെ തന്നെയാണ് പ്രകീർത്തിക്കലിൻ്റെ കാര്യവും. ആരെയെങ്കിലും എന്തിനെയെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ സ്നേഹം നൽകുകയാണ്. ആ വിശിഷ്ടമായ തരംഗം നിങ്ങൾ പ്രസാരണം ചെയ്യുമ്പോൾ അത് 100 മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ നിഷേധഭാവങ്ങളും അപ്രത്യക്ഷമാവുന്നു. നിങ്ങളുടെ ശത്രുക്കളെ ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ ശത്രുക്കളെ ശപിക്കുമ്പോൾ ആ ശാപം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ തിരികെ വരും. മറിച്ച് ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും മാഞ്ഞു പോവുകയും നിങ്ങൾ പ്രസരിപ്പിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യും. ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ സുഖാനുഭവത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ നിങ്ങൾ ഒരു നൂതനമായ തരംഗദൈർഘ്യത്തിലേക്ക് ഉയർന്നതായി അനുഭവപ്പെടും. ഡോക്ടർ ഡെനിസ് വെയ്റ്റ്ലി. പോയ കാലങ്ങളിലെ മഹാന്മാർ പലരും രഹസ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം മനസ്സിലാക്കാതെ പോയി. മറ്റുള്ളവരെ ശാക്തീകരിക്കുക, നന്മ പങ്കുവയ്ക്കുക എന്ന ഭാഗം. ജീവിച്ചിരിക്കുവാൻ ഇതിലും നല്ല സമയം ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. വിജ്ഞാനം നേടുവാനുള്ള ശക്തി നമ്മുടെ വിരൽത്തുമ്പിലുണ്ടാകുന്നത് മാനവചരിത്രത്തിൽ ആദ്യമായാണ്. ഈ അറിവിലൂടെ ലോകത്തിൻ്റെ സത്യത്തെക്കുറിച്ചും നിങ്ങളുടെ തന്നെ സത്യത്തെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകുന്നു. റോബർട്ട് കൊളിയർ, പ്രെൻറ്റിസ് മർഫോൾഡ്, ചാൾസ് ഹാനൽ, മൈക്കിൾ ബെർണാഡ് ബെക്ക്വിത്ത് എന്നിവർ പറഞ്ഞു തന്ന പാഠങ്ങളിലൂടെയാണ് ഈ ലോകത്തിനായുള്ള രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയത്. ഈ തിരിച്ചറിവിലൂടെ എനിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. അതേ നിലയിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്കും വന്നെത്താൻ കഴിയും എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രതീക്ഷ. അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജന്മം കൊണ്ട്, ചിന്തിക്കുവാനുള്ള ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിനും മനുഷ്യവംശത്തിൻ്റെ ഭാവിക്കും വേണ്ടി നന്മകൾ കൊണ്ടുവരാൻ കഴിയും. രഹസ്യം രത്നച്ചുരുക്കം. നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം വികാരസ്തോഭങ്ങളിലൂടെ നിങ്ങൾ അതിലേക്ക് ശക്തമായി മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഉള്ളിൽ നിന്ന് ചിന്തകളും വികാരങ്ങളും വഴി പുതിയ സിഗ്നലുകൾ പ്രസരിപ്പിക്കണം. നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം വികാരസ്തോഭങ്ങളിലൂടെ നിങ്ങൾ അതിലേക്ക് ശക്തമായി മനസ്സ് കേന്ദ്രീകരിക്കുകയാണ്. എന്തിലെങ്കിലും മാറ്റം വരുത്തിയാൽ ഉള്ളിൽ നിന്ന് ചിന്തകളും വികാരങ്ങളും വഴി പുതിയ സിഗ്നലുകൾ പ്രസരിക്കണം. നിഷേധാത്മകമായ കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾക്ക് ലോകത്തെ സഹായിക്കുവാനാവില്ല. ഈ ലോകത്ത് നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അവയെ വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങൾ അവയെ വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, നിങ്ങളിലേക്ക് അത്തരം സംഭവങ്ങളെ കൂടുതലായി ആകർഷിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജ്ജവും തിരിച്ചുവിടുക. ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും ഊർജ്ജവും തിരിച്ചുവിടുക. നല്ല കാര്യങ്ങൾ തീർന്നു പോകുമെന്ന് ഭയപ്പെടേണ്ട. അവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതിലും എത്രയോ അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. ജീവിതം എപ്പോഴും സമൃദ്ധമായിരിക്കണം. നിങ്ങളുടെ ചിന്തകളുടെ നല്ല കാര്യങ്ങൾ തീർന്നു പോകുമെന്ന് ഭയപ്പെടേണ്ട. അവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളതിലും എത്രയോ അധികം ഈ പ്രപഞ്ചത്തിലുണ്ട്. ജീവിതം എപ്പോഴും സമൃദ്ധമായിരിക്കണം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന അപരിമിതമായ പ്രപഞ്ചത്തിൽ നിന്നും എന്തു വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാക്കാനും ഉള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും മുഖേന അപരിമിതമായ പ്രപഞ്ചത്തിൽ നിന്ന് എന്തു വേണമെങ്കിലും എടുക്കാനും അവയെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും അപ്രത്യക്ഷമാവുകയും നിങ്ങൾ
ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായി യോജിക്കുകയും ചെയ്യും. ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും അപ്രത്യക്ഷമാവുകയും നിങ്ങൾ ഏറ്റവും ഉന്നതമായ സ്നേഹത്തിൻ്റെ തരംഗദൈർഘ്യവുമായി യോജിക്കുകയും ചെയ്യും.